ഹലോ ഓൾ, എല്ലാവർക്കും സുഖല്ലേ? എന്നെപ്പോലെയുള്ള ഒരുവിധപ്പെട്ട ബോയ്സിൻ്റെ റൂമൊക്കെ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇന്നലെ രാത്രി കുറച്ചധികം വർക്ക് ഉണ്ടായതിനെ കൊണ്ട് എണീച്ചപ്പോൾ ഇച്ചിരി ലേറ്റായി. എണീച്ചപ്പോൾ ഇതായിരുന്നു റൂമിൻ്റെ അവസ്ഥ. പിന്നെ ഒന്നും നോക്കിയില്ല, പതിയെ വൃത്തിയാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അതിനു മുമ്പ് നമ്മളെ ഈ ബോളിലുള്ള മീനുകൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കണം കേട്ടോ. രാവിലെ തന്നെ ഇവർക്കിങ്ങനെ ഫുഡ് കൊടുത്ത് കുറച്ച് സമയം അവരുടെ കളികളൊക്കെ കണ്ടിരിക്കാൻ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. നമ്മളെ മൈൻഡിന് കുറച്ച് പോസിറ്റിവിറ്റി ഒക്കെ തരാൻ ഇത് സഹായിക്കും. ഒരു 10-20 വർഷം പഴക്കമുള്ള കുറച്ച് പഴയ വീടാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ റൂമിൽ ഭയങ്കര ഇൻറ്റീരിയറോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എൻ്റെ റൂമും സ്പേസും ഒക്കെ കുറച്ചൊന്ന് വൃത്തിയായി അടുക്കി ഒതുക്കി വെക്കുന്ന ഒരു ശീലം കുറച്ച് കാലമായിട്ട് എനിക്കുണ്ട് കേട്ടോ. വെർജീനിയ വൂൾഫിൻ്റെ ഒരു ബുക്കിൽ പറയുന്നുണ്ട് അത്രേ, ഒരു പെൺകുട്ടിക്ക് വളരെ ക്രിയേറ്റീവായിട്ട് വളരാനും ചിന്തിക്കാനും ഒരു റൂമും അതുപോലെ സ്വന്തമായ കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഇതുപോലൊരു റൂം എല്ലാവർക്കും അത്യാവശ്യമാണെന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിലേ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. എൻ്റെ വീട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പെട്ട ഒരു സ്ഥലമാണ് കേട്ടത്. PhD ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഇതുപോലെ ലാപ്ടോപ്പൊക്കെ തുറന്നു വെക്കണം എന്നാണ് അതിൻ്റെ ഒരു നിയമം. പക്ഷേ ഇവിടെ വെറുതെ വന്നിങ്ങനെ ഇരിക്കാനും എന്തെങ്കിലും വായിക്കാനും എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. പുറത്തെ കാഴ്ചകൾ കാണാം, മീനുകളെ കാണാം, കിളികളെ കാണാം, അങ്ങനെ അങ്ങനെ.